ഇന്ന് എൻ്റെ ഹസ്ബൻഡിന് പുറത്ത് റുവൈസ് മോളിൽ ഒരു മാർക്കറ്റിംഗ്, അതായത് അനന്തരിൻ്റെ ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ മോളിലേക്ക് പോവുകയാണ്. അപ്പോൾ അധിക സമയവും ഐലൻഡിൽ തന്നെയാണ്. എപ്പോഴെങ്കിലുമൊക്കെയാണ് ഇങ്ങനെ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പുറത്ത് ടൗൺ സിറ്റിയിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ റുവൈസ് മോളിലെത്തി. റുവൈസ് മോളിലേക്ക് പോകുന്ന ഒരു വേ ആണ് ഇത്. ഇവിടെ ഐലൻഡിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു മാൾ എന്ന് പറയുന്നത് റുവൈസ് മാളാണ്. അപ്പോൾ അവിടെ ഇൻസൈഡിൽ ലുലു ഹൈപ്പർ മാർക്കറ്റും പിന്നെ സ്റ്റാർബക്സിൻ്റെ അങ്ങനെ കുറേ മാളിൻ്റെ കാര്യം അറിയാമല്ലോ, അങ്ങനെ ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മാളിലെത്തി. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവും, അതൊരു ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് ശേഷം ഇത് കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് വന്നതുകൊണ്ട് തന്നെ നവാസ്ക്ക് നേരെ ആ സെൻറ്റർ ഒരു പോയിൻ്റ് കണ്ടെത്തി അവിടത്തേക്ക് അവർക്ക് ടൈം ടു ടൈം ഷെഡ്യൂൾ ചെയ്ത് സെക്യൂരിറ്റിനെ കണ്ട് അവരവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം 10 to 10 ആണ്, മോർണിംഗ് 10 to നൈറ്റ് 10 വരെയാണ് ടൈം ഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ അത്രയും സമയം മോളിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ ചെയ്യേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നപ്പോൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിന് മുന്നിൽ കൂടി ഞങ്ങൾ സാധാരണ എടുക്കാൻ വേണ്ടിയിട്ട് വീക്കെൻഡിലൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്നാണ് എടുക്കാറ്. ഇവിടെ ഇപ്പോൾ മന്തിൻ്റെ സെയിലാണെന്ന് തോന്നുന്നു. ഒരുപാട് ഓഫേഴ്സൊക്കെ വെച്ചിട്ട് ഡിറ്റർജൻ്റ് ആയിക്കോട്ടെ പിന്നെ ടിഷ്യൂസ് ആയിക്കോട്ടെ എല്ലാം ഇങ്ങനെ പുറത്താക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഓഫർ റേറ്റിലാണ് കൊടുത്തിട്ട് എല്ലാം വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് ഞാൻ എന്ത് ചെയ്യണ്ടേ എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ചോദിച്ചു, ഫിലിമിൻ്റെ ഒരു സെൻറ്റർ ഉണ്ട്, അവിടെ പോയി ഫിലിം കണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പരെ നോക്കുമ്പോൾ മൂപ്പർ അവിടെ നിന്ന് കോളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ പിന്നെ കരുതി കുറച്ച് ഡ്രസ്സിൻ്റെ കളക്ഷനിലോട്ട് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ ഡ്രസ്സും കണ്ടു. പക്ഷേ പെട്ടെന്ന് തന്നെ ഞങ്ങൾ 5 മണിക്ക് വൈൻഡപ്പ് ചെയ്തു. നേരെ ബോറടിച്ചുകൊണ്ട് തന്നെ വേഗം തന്നെ ഐലൻഡിലേക്കൊക്കെ തിരിച്ചു. ബൈ.